ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. എഫേസ്യ ലേഖനത്തിൽ ആത്മാവ് എഴുതുകയാണ്, സ്വർഗത്തിൽ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. ആത്മീക അനുഗ്രഹം സ്വർഗത്തിൽ നിന്ന് ക്രിസ്തുവിലൂടെ നമുക്ക് ദൈവം തന്നിരിക്കുന്നു. വാസ്തവത്തിൽ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിനകത്തോട്ട് ക്രിസ്തു വരിക എന്ന് പറഞ്ഞാൽ, യേശു കർത്താവിനെ ഒരു വ്യക്തി ഉള്ളിൽ റിസീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, സ്വർഗത്തിലെ ആത്മീക അനുഗ്രഹങ്ങൾ ആ വ്യക്തിയുടെ ഹൃദയത്തിനകത്ത് ഫില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. യേശുക്രിസ്തു ഒരു വ്യക്തിയിൽ ജനിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ജീവിത സാഹചര്യം മുഴുവൻ മാറും എന്ന് പൂർണ്ണമായി നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിലൊക്കെ ക്രിസ്തു വന്നു കഴിയുമ്പോൾ മാറ്റമുണ്ട്. എല്ലാവരും ആഗ്രഹിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ, യേശു ജീവിതത്തിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ. പ്രിയരെ, വാസ്തവത്തിൽ ഇതെല്ലാം ഉണ്ട്. കർത്താവ് 3.5 വർഷം പരസ്യ ശുശ്രൂഷ ചെയ്യുമ്പോൾ അത്ഭുതങ്ങളാൽ, അടയാളങ്ങളാൽ, വീര്യപ്രവൃത്തികളാൽ ഒത്തിരി കാര്യങ്ങൾ കർത്താവ് ഈ ഭൂമിയിൽ ചെയ്തു. അപ്പോസ്തലന്മാരുടെ കാലത്താകട്ടെ, അവർ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഉറപ്പിച്ചു എന്നാണ്, വ്യക്തികളെ, സഭയൊക്കെ ഉറപ്പിച്ചു എന്നാണ്. എന്നാൽ വാസ്തവത്തിൽ അത്ഭുതമില്ലെന്നോ അടയാളമില്ലെന്നോ അല്ല. ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ അവർക്ക് എന്താണോ അവരുടെ ആ സാഹചര്യത്തിൽ അവർക്ക് ആവശ്യം, അത് ദൈവം നിശ്ചയമായിട്ടും അവർക്ക് കൊടുക്കും. കാരണം അവർ ക്രിസ്തുവിനെ പിൻപറ്റി കർത്താവിൻ്റെ പിന്നാലെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവരുടെ മുഴുവൻ കാര്യവും നിയന്ത്രിക്കാൻ യേശു ശക്തനാണ്. എന്നാൽ ഇവിടെ പറയുന്നു, സ്വർഗത്തിലെ ആത്മീക അനുഗ്രഹത്താൽ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പൊ യേശു ക്രിസ്തുവിനുള്ള അനുഗ്രഹത്തെക്കുറിച്ച് ആത്മാവ് പറയുകയാണ്, അത് സ്വർഗത്തിലെ ആത്മീക അനുഗ്രഹമാണ്. ഒരു ആത്മീകനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി എപ്പോഴാണ് ആത്മീകനാകുന്നത്? ഇതേ അപ്പോസ്തലൻ ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ താൻ ആത്മാവിൽ എഴുതി, ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഒരു മനുഷ്യൻ ആത്മീകനായാൽ, സ്വർഗത്തിലെ ആത്മീക അനുഗ്രഹം ഒരു വ്യക്തിയുടെ ഹൃദയത്തിനകത്ത് വന്നാൽ, ഈ ആത്മാവിൻ്റെ ഫലം ആ വ്യക്തിയിൽ നിന്ന് പുറപ്പെടും. ക്രിസ്തുവിലുള്ള അനുഗ്രഹം എന്ന് പറയുന്നത്, പ്രിയരെ, ആത്മാവ് പറയുകയാണ്, ഈ ഗലാത്യ സഭയോട് പറഞ്ഞ ഈ അനുഗ്രഹങ്ങളാണ്. ഒരു ആത്മീയനെ കണ്ടാൽ ആ വ്യക്തി ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ, ആ വ്യക്തിയുടെ ജീവിതത്തിനകത്ത് സ്നേഹം ഉണ്ടാകും, സമാധാനം ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും, ദീർഘക്ഷമ ഉണ്ടാകും. എഫേസ്യ ലേഖനത്തിൽ സഭയോട് ആത്മാവ് പറയുന്നത്, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹം ക്രിസ്തുവിലുള്ള അനുഗ്രഹമാണ്. കേവലം ഈ ഭൂമിയിലുള്ള താൽക്കാലിക അനുഗ്രഹത്തിൻ്റെ പിന്നാലെ ഓടി സ്വർഗത്തിലെ യഥാർത്ഥമായ യാഥാർത്ഥ്യമുള്ള ക്രിസ്തീയ അനുഗ്രഹത്തെ തള്ളിക്കളഞ്ഞ് ഈ ലോകത്തിലുള്ളത് പ്രാപിക്കാതെ, ലോകത്തിലുള്ളതിനെ തള്ളിക്കളഞ്ഞിട്ട് സ്വർഗത്തിലുള്ളത് പ്രാപിപ്പാൻ ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവം സഹായിക്കട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.